കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, കടം കയറി മുടിഞ്ഞവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് കുഴങ്ങുന്നവരെ, വഴി സത്യവും ജീവനുമായവനെ, കർത്താവേ, ഈ ആരാധനയിലൂടെ ഈ നിമിഷം മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ വരുന്ന എല്ലാ പ്രാർത്ഥന അപേക്ഷകള്, യൂട്യൂബിലൂടെ വരുന്ന എല്ലാ പ്രാർത്ഥന അപേക്ഷകള്, ഉടമ്പടി പ്രാർത്ഥനയ്ക്കായി ഓൺലൈനിലൂടെ വരുന്ന പ്രാർത്ഥന അപേക്ഷകള് സമർപ്പിക്കുന്ന ഓരോ വ്യക്തികള്, കുടുംബങ്ങള് കർത്താവിന്റെ കൃപയാൽ നിറയട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ ചങ്കിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കാരണം നമ്മളിപ്പോഴും ആരാധിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ ദിവ്യഹൃദയവും ഒരുമിച്ച് കാണപ്പെടുകയാണ്. ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വിഷയം, എൻ്റെ മനസ്സിൽ തോന്നിച്ച വിഷയം ഇതാണ്: ഓരോരുത്തരുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ ഹൃദയങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ, അതായത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോയെന്ന് മർക്കോസിൻ്റെ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പല ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് ഭക്തി അങ്ങ് ചോർന്നു പോയിരിക്കുന്നു, വിശ്വാസം അങ്ങ് ചോർന്നു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും സാഹചര്യവും കാരണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ പ്രാർത്ഥിക്കാൻ വാക്കുപോലും കിട്ടാതെ ഹൃദയം തളർന്നിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവ് ഹൃദയത്തെ ശക്തീകരിക്കുന്ന സമയമാണ്. കർത്താവെ, ഹൃദയത്തെ കൈവച്ച് പ്രാർത്ഥിക്കുക. നീ ആവശ്യപ്പെട്ട അനുസരിച്ചുകൊണ്ട് അടിയൻ ആവശ്യപ്പെട്ട് മക്കളോട് കർത്താവ് ഈ നിമിഷം അവരെ ഹൃദയത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, പല രോഗങ്ങൾ കാരണം, സാമ്പത്തിക തകർച്ച കാരണം, കുടുംബത്തെ കലഹം കാരണം, അധർമ്മം വർദ്ധിക്കുന്നത് കൊണ്ട് സ്നേഹം തണുത്തുപോയ കുടുംബങ്ങളിലെ ഹൃദയങ്ങളിൽ കർത്താവ് അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം ഹൃദയത്തെ തളിക്കപ്പെടട്ടെ, ഹൃദയം ശക്തിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് കൃപയാൽ ഹൃദയം ജ്വലിക്കട്ടെ, ഭക്തി ജ്വലിക്കട്ടെ, വിശ്വാസം ജ്വലിക്കട്ടെ, സ്നേഹം ജ്വലിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, കർത്താവേ, നടുവേദനക്കാരെ സ്പർശിക്കണമേ. കർത്താവേ,
ഈശോ ഹൃദയരോഗങ്ങളെ സ്പർശിക്കുന്ന കർത്താവേ, അവിടുത്തെ ബലം ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, രോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, രോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, തലവാരോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, ഹൃദയരോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, തലവേദനക്കാരെ സ്പർശിക്കുന്ന കർത്താവേ, നടുവേദനക്കാരെ സ്പർശിക്കുന്ന കർത്താവേ, പിസ്തുവിന്റെ രോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, പിസ്തുവിന്റെ രോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല അധികാരികൾ മാരക രോഗങ്ങൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ പേരിൽ ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മരണം സംഭവിച്ച വീടുകള്, പുതുതായിട്ട് സാമൂഹ്യ വ്യാപനത്താൽ കോവിഡ് ബാധിച്ച കുടുംബങ്ങൾ, അവിടെ തളർന്നുപോയ മനസ്സുകൾ, ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കുന്ന ഒരിക്കൽ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ആകസ്മികമായി സംഭവിച്ചപ്പോഴേ കർത്താവെ മനസ്സ് തളർന്നു പോയവർ, ഇനി എന്തൊക്കെയാണ് കുടുംബം സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഹൃദയത്തിൽ ഇരുട്ട് കയറിയവിടെ മേൽ എല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവ് ഈ ആരാധന കർത്താവ് ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകൃപാന കർത്താവ് ആശ്രയിച്ചുകൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കണം. ഈശോയെ, ഇതുപോലെ ഇരുട്ട് വന്ന കുടുംബങ്ങൾ മനസ്സ് തളർന്നു പോയുടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം ചൊരിയട്ടെ. ഈശോ ഈ നിമിഷം കർത്താവ് അവർക്ക് വെളിച്ചം ലഭിക്കട്ടെ, പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. കർത്താവെ, മക്കൾക്ക് മാറി മാറി രോഗം വരുന്നവരെ, അവർക്ക് പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ, മക്കളുടെ വിദ്യാഭ്യാസ തകർച്ച കൊണ്ട് വിഷമിക്കുന്ന വിറങ്ങലിക്കുന്ന കുടുംബങ്ങൾ കർത്താവ്, അതുകൊണ്ട് കർത്താവ് മക്കളെ കൊണ്ട് കർത്താവ് വേദനിക്കുന്നവിടമെല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ അലിവിൻ്റെ കൃപ ചൊരിയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. വിശ്വാസത്തോടെ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, രക്തത്തിൽ വിഷം കയറിയവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. എട്ടുകാലി ഉൾപ്പെടെ സാധനങ്ങൾ കടിക്കുകയും ക്ഷുദ്രജീവികൾ കടിക്കുകയും ചെയ്യുമ്പോഴും രക്തത്തിൽ ഏതെങ്കിലും മാർഗത്തിൽ മെഡിസിനിലൂടെ ആയാലും ശരി, അതുപോലെ തന്നെ ക്ഷുദ്രജീവികളിലൂടെയായാലും രക്തത്തിലേക്ക് വിഷം കയറിയത് കാരണം മനസ്സിടിഞ്ഞു പോയവർ, അറിയാതെ തന്നെ അവസാദങ്ങൾ വന്നു പോയവരുടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടുന്ന സമയമാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തിൽ വിഷം കയറിയ രക്തത്തെ കർത്താവെ അങ്ങ് നിർവീര്യമാക്കണമേ, വിഷത്തെ നിർവീര്യമാക്കണമേ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:13 അധ്യായത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 13 വാക്യത്തിൽ പറഞ്ഞില്ലേ, അതായത് അവർക്ക് കരയാനേ പറ്റത്തുള്ളൂ.
അവർക്കിനി പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല. കരയാൻ മാത്രം പറ്റണ ഒരവസ്ഥ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മനസ്സ് അലിയാണ്ടിരിക്കത്തില്ല. കരയാനാണെങ്കിലും എന്ത് ചേഷ്ടയാണെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, അതാണ് ലൂക്ക 7:13 പറയണത്, പ്രാർത്ഥിക്കാതെ പോലും ഉള്ളിലെ ഹൃദയവിചാരം എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും മതി. ഏതെങ്കിലും കാലത്ത് നീ ഒരു വിശ്വാസിയായി കാണും, ഏതെങ്കിലും കാലത്ത് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി കാണാം. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൻ്റെ പ്രാർത്ഥിക്കാൻ നിന്റെ നാവ് പൊങ്ങണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷേ കർത്താവ് നിൻ്റെ പഴയകാല കണ്ണുനീരെല്ലാം ഓർത്തിരിക്കും. അങ്ങനെ ഓർത്തിരുന്നുകൊണ്ട് നിൻ്റെ ആവശ്യത്തിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, ഇപ്പം കാനായിലെ കല്യാണത്തിന് സംഭവിക്കണം അത് തന്നെയാണ്. ആ കുടുംബനാഥൻ ഒരിക്കലും അമ്മയോട് ഞങ്ങൾക്ക് വീഞ്ഞില്ല, ഞങ്ങൾ നാണം കെടാൻ പോകുന്നുവെന്ന് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവത്തെ, നിൻ്റെ ദൈവം അങ്ങനെയാണ്. നിൻ്റെ അവസ്ഥ പറയാനുള്ള അവസ്ഥ അറിവ് നിനക്കുണ്ടാവത്തില്ല. കാര്യം അവിടെ വീഞ്ഞ് തീർന്നു പോകാൻ പോകുന്ന കാര്യം അയാൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിപത്തുകൾ എന്താണെന്നതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനോ അടയാളപ്പെടുത്താനോ നിനക്കറിയണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ അമ്മ അവിടെ ഉണ്ടായാൽ മതി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 2:1 പറയണത്. കനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ദ മദർ ഓഫ് ജീസസ് വാസ് ദെയർ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ 2:1 യോഹന്നാന്റെ സുവിശേഷം 2:1 ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് വലിയൊരു വെളിപ്പെടുത്തലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന്, വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന്, ദുരന്തങ്ങൾ, രോഗങ്ങൾ എന്താണ്, സാമ്പത്തിക തകർച്ച എന്താണ് എന്ന് വീട്ടുകാരന് അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം എന്താ, അമ്മ അവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. കാര്യം അമ്മയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ പറ്റും. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കത്തില്ലേ, വരാൻ പോകുന്ന കാര്യങ്ങൾ അവനെ അറിയാമായിരുന്നു, അവൻ നിങ്ങളെ അറിയിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ എന്താ മാർഗം? ഒന്നെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടെ ഉണ്ടാകണം. ഏറ്റവും സാങ്കേതികമായ കാര്യങ്ങളെ കുറച്ച് വരണത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മ നിറയണ ഒരു സാഹചര്യം ഉണ്ടാകണത് ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ടാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് എന്നാ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. 2:17 നടപടി പുസ്തകം എന്താ പറയണത്? നടപടി പുസ്തകം 2:17 നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനമെടുക്കുവിൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും എന്നല്ലേ പറയണത്, അല്ലേ? ഇപ്പോൾ 2:38 പരിശുദ്ധാത്മാവിന് നടപടി പുസ്തകം 2:38 നമുക്ക് റെഫർ ചെയ്യാം. അതായത് പരിശുദ്ധാത്മാവിന് ഒരു കുടുംബത്തിന് ലഭിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കുടുംബത്തിന് പശ്ചാത്താപം ഉണ്ടാകണം. പക്ഷെ പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പശ്ചാത്താപം ഉണ്ടാകത്തില്ല. ദൈവസ്നേഹം നിറഞ്ഞാലേ പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ദൈവസ്നേഹം നിറയുകയെന്ന് വെച്ചാൽ അപ്പന് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ദൈവസ്നേഹമില്ല, അമ്മയ്ക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മകന് ദൈവസ്നേഹമില്ല. അപ്പോൾ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കുടുംബങ്ങളെ എന്ന് പറഞ്ഞു ദൈവത്തിനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അതിനെല്ലാത്തേം പറ്റുന്ന ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളിൽ എല്ലാവർക്കും ആർക്കെങ്കിലും ആധ്യാത്മികമായ ശൈത്യങ്ങളുണ്ടായി ആധ്യാത്മിക യോഗ്യത ഇല്ലെങ്കിലും ഇഫ് ദർ ഇസ് മദർ, അമ്മ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സന്ധിപ്പുണ്ടാവും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ
നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തുന്നു. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാ ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാ ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആവി മരിയ. എൻ്റെ പേര് ലൈല പോൾ. ഞാൻ വരുന്നത് ചേരാനല്ലൂർ സെൻറ്റ് ജെയിംസ് ചർച്ച് ഇടവകമാണ്. ഞാൻ 4/7/18 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ കിട്ടിയ കാര്യങ്ങൾ നന്ദി പറയാൻ താമസിച്ചതിന് മാതാവിനോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഉടമ്പടിയിൽ 6 കാര്യങ്ങളാണ് വെച്ചത്. അതിലൊന്ന്, ആദ്യത്തേത് എൻ്റെ ജീവിത പങ്കാളിയുടേതായിരുന്നു. ജീവിത പങ്കാളി കുവൈറ്റിൽ ഒരു ട്രെയിലർ ഓടിക്കുന്ന ഡ്രൈവറാണ്. അവിടുത്തെ നിയമം അനുസരിച്ച് 55 വയസ്സിന് മുൻപ് 55 വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസും വിസയും കൊടുക്കില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ, കുറേ നാളുകളായെങ്കിലും ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ആ വിസയുടെ കാര്യത്തിലൊരു വ്യത്യാസം വന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിന് 69 വയസ്സായി. അപ്പോൾ ഏറ്റവും ആദ്യം ആ കമ്പനിയിൽ നോട്ടീസ് ബോർഡിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം വന്നത്. അതുകൂടാതെ അതിൻ്റെ താഴെയായിട്ട് 35 പേരുടെ പേരുണ്ടായി. അപ്പോൾ എല്ലാവരും, എൻ്റെ ഭർത്താവ് ബൈബിളൊക്കെ വായിക്കും. അവിടെയുള്ളവരെല്ലാവർക്കും ഭയങ്കര വിഷമമായി, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടായി. എല്ലാവരും വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഓർഡറിട്ട MD തന്നെ ഇവർ പിരിച്ചുവിടുന്ന സമയത്ത് എല്ലാം ഓഫീസിൽ കൂടിയപ്പോഴേക്കും ആ MD തന്നെ നമ്മുടെ അമ്മയും ഈശോയും ഇടപെട്ടുകൊണ്ട് ഇവരാരെയും പിരിച്ചുവിടണ്ട, കാരണം ഇവർ മുഖാന്തരമാണ് ഈ കമ്പനി വളർന്നതെന്ന് പറഞ്ഞു. അതുകൂടാതെ എൻ്റെ ഭർത്താവാണ് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയത്. ആ മകനെ വിളിച്ചുകൊണ്ട് അനുമോദിക്കുകയും ആ മകന് നന്ദി പറയുകയും ചെയ്തു, ജോലിയെടുക്കാൻ ദൈവം അനുവദിച്ചതിനോർത്ത്. അങ്ങനെ 35 കുടുംബം രക്ഷപ്പെട്ടു. അതിന് പ്രത്യേകിച്ച് മാതാവിനോട് ഈശോയോടും കോടി നന്ദി പറയുന്നു. ഇപ്പം നമ്മൾ ആരാധന നടത്തുന്ന സമയത്ത് 6, 8, 9 എന്ന് പറഞ്ഞ് 3 ഡേറ്റ് കർത്താവ് കാണിച്ചു. ഞാനപ്പോൾ മറന്നുപോയി. അടുത്ത പ്രാർത്ഥനയ്ക്ക് വചനം കിട്ടിയ കാരണം അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ പോയി. പക്ഷേ 6, 8, 9 അങ്ങനെയൊക്കെയുള്ള ഡേറ്റുകൾ, എന്തോ പ്രാധാന്യമുള്ള ഡേറ്റുകളുണ്ട്. എൻ്റെ മക്കളൊരു പണി ചെയ്യണം. ഇപ്പോഴേ എന്തെങ്കിലും ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളത് ഓർക്കണം. പരീക്ഷ ഡേറ്റ് ആകാം, ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം, നാട്ടിലേക്ക് വരുന്ന ഡേറ്റ് ആകാം, നാട്ടിൽ നിന്ന് പോകുന്ന ഡേറ്റ് ആകാം, വാട്ടെവർ. ചിലപ്പോൾ അത് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആകാം, അല്ലെങ്കിൽ അത് പരീക്ഷ ഡേറ്റ് ആകാം. എന്ത് ഡേറ്റ് ആയാലും മക്കൾ ഓർക്കുക. സ്ഥല ഉടമകളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഡേറ്റ് ആകാം. ഡേറ്റുകളെല്ലാം ഇപ്പോൾ ഓർത്തിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. ഡേറ്റുകൾ ഓർക്കുക. ഇൻ്റർവ്യൂ ഡേറ്റ്, കേസിൻ്റെ ഡേറ്റ്, അങ്ങനെയുള്ള എന്ത് ഡേറ്റ് ആയാലും, വിസ ഡേറ്റ് എല്ലാം ഓർക്കുക. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാനിപ്പോൾ ഓർത്തിട്ടുള്ള എല്ലാ തീയതികളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, എന്നെ ആശീർവദിക്കണമേ. എല്ലാ തീയതികളുടെ മേലും യേശുവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. കർത്താവേ, ഈ ശക്തിയെ എന്നെ സാക്ഷിയാക്കി മാറ്റട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മക്കളെ, സമാപനാശീർവാദത്തിൻ്റെ സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പരാമർശിക്കപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാകാം, വിവാഹ കാര്യമാകാം, എന്ത് കാര്യമായാലും എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പിൽഗ്രിം കവനൻ്റ് തീർത്ഥാടന ഉടമ്പടി ചെയ്തവരും ഓൺലൈൻ ഉടമ്പടി ചെയ്തവരും അവിടെ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക, ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. രോഗികൾ, ഇവിടെ പറയപ്പെടാത്ത രോഗികൾ ആ ശരീര ആശീർവാദ സമയത്ത് ആ രോഗം അനുഭവിക്കുന്ന ശരീരത്തിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതാണ്. സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. മൗനമായി പ്രാർത്ഥിക്കുക. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.